സ്നേഹിതരെ, സുവിശേഷം ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. എന്താണ് ഈ ദാരിദ്ര്യവും സമ്പന്നതയുമൊക്കെ? അത് ഭൗതികതയുടെ ദാരിദ്ര്യമല്ല, ഭൗതികതയുടെ സമ്പന്നതയല്ല, മറിച്ച് ആത്മാവിൻ്റെ ദാരിദ്ര്യമാണ്. ആത്മാവിൽ ദാരിദ്ര്യം എന്നാൽ കർത്താവെ, ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. എനിക്കിനിയും വളരാനുണ്ടെന്നുള്ള ബോധ്യമാണ്. എനിക്കിനിയും കർത്താവിനെ പ്രാപിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെന്നുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് ദാരിദ്ര്യം. അതിനെക്കുറിച്ചാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ആത്മാവിൽ ദരിദ്രരായാൽ നീ സ്വർഗരാജ്യം സ്വന്തമാക്കുന്ന മനുഷ്യനാകും. അതുകൊണ്ട് നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ, പൂർണ്ണരാണെന്ന് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ഒത്തിരി കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. മരണം വരെ ആ കുറവ് നമ്മുടെ കൂടെ ഉണ്ടാകും. പൂർണ്ണനായവൻ ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴും ആ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാൻ, ദൈവമേ എനിക്കൊരു കുറവുണ്ടെന്നുള്ള ദാരിദ്ര്യത്തിൽ ജീവിക്കുവാൻ, ആത്മാവ് സമ്പന്നമായ മനുഷ്യനായി ജീവിക്കുവാൻ കൃപയേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.